Hi all, welcome back to LEARNINO. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ലീഗൽ മെട്രോളജിയിലെ ഫിസിക്സിലെ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആൻഡ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന മൊഡ്യൂളിലെ കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് ഇതിനകത്ത് വരുന്നത്. അതായത് എന്താണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ പഠിക്കുമ്പോൾ ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ഒക്കെ പഠിച്ചിട്ടില്ലേ? ഫാരഡേസ് ലോയുടെ ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതലായിട്ടും പഠിച്ചു പോയിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കുക. പിന്നെ വരുന്നത് സെൽഫ് ഇൻഡക്റ്റൻസ് എന്താണ്, മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്താണ്, അതുപോലെ തന്നെ ലെൻസസ് ലോ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ആ ഒരു കോൺസെപ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് എല്ലാം നമ്മൾ നോട്ട് ചെയ്ത് പോവേണ്ടതാണ്. പിന്നെ അതുകൂടാതെ എഡ്ഡി കറൻറ്റും അതിൻ്റെ ആപ്ലിക്കേഷനും. ഇത്രയാണ് ഈ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന ആ ഒരു കോൺസെപ്റ്റിൽ വരുന്ന കാര്യങ്ങൾ. പിന്നെ നമ്മളുടെ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് വരുമ്പോൾ എങ്ങനെയാണ് എ സി ജനറേറ്റ് ചെയ്യുന്നത്, ഫ്രീക്വൻസി, അതിൽ കുറച്ച് ടേംസ് ആൻഡ് പാരാമീറ്റേഴ്സ് വരുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതായത് ഈ ഫ്രീക്വൻസി എന്താണ്, ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ, അതുപോലെ പീക്ക് വാല്യൂ, അങ്ങനെയുള്ള കുറച്ച് ടേംസ് എ സി റിലേറ്റഡ് ആയിട്ടുള്ള ടേംസ് എന്താണ്. പിന്നെ ഇൻഡക്റ്റൻസ്, അതുപോലെ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ്, അതൊക്കെ പ്രോബ്ലമാറ്റിക് ആയിട്ടായിരിക്കും കേട്ടോ ക്വസ്റ്റ്യൻസ് വന്ന് കാണാറുള്ളത്. പ്രീവിയസ് ഇയറിൽ ആ ഒരു രീതിയിലാണ് ഇവിടുന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് നോക്കുക. പിന്നെ ഇൻഡക്റ്റൻസ് എന്താണ്, LCR സർക്യൂട്ട്, ഇലക്ട്രിക്കൽ റെസൊണൻസ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ കവർ ചെയ്ത് പോവേണ്ടത്. പക്ഷേ മാർക്ക് വന്നിട്ടുള്ളത് ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് ഒരു മാർക്ക് ചോദിക്കാം, അല്ലെങ്കിൽ എന്താണ് ആൾട്ടർനേറ്റിംഗ് കറണ്ട് ബേസ് ചെയ്തിട്ടും ഒരു മാർക്ക് ചോദിക്കാം. ആ രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ പാറ്റേണിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. Which law state that a counter EMF always opposes the force that creates it? ഏത് ലോയാണ്? താഴെ കുറച്ച് ലോസുകൾ കാണുന്നില്ലേ? അതായത് ലെൻസസ് ലോ, ഓസ്റ്റേർഡ്സ് ലോ, ഓംസ് ലോ, ഫാരഡേസ് ലോ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ലോ തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഏത് ലോ ആണ് എന്ത് പറയുന്നത്? കൗണ്ടർ EMF ആൾവേസ് ഒപ്പോസസ് ദ ഫോഴ്സ് ദാറ്റ് ക്രിയേറ്റ് ഇറ്റ് എന്ന് പറയുന്നത് ഏത് ലോ ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഏത് ലോ ആയിരിക്കും? ഫാരഡേസ് ലോ ആണോ? അല്ല. ഫാരഡേസ് ലോയിനെ കുറിച്ചിട്ടാണോ പറയുന്നത്? അല്ല അല്ലേ. ഏത് ലോ ആയിരിക്കും അത്? നമ്മൾ ഫാരഡേസ് ലോ പഠിക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ വേറൊരു ലോവും പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? എന്താണത്? ലെൻസസ് ലോ ആണ്. അത് എങ്ങനെയാണ് നമ്മൾ എഴുതുക? ലെൻസസ് ലോയിൻ്റെ EMF ഇക്വേഷൻ നമ്മൾ എഴുതുമ്പോൾ കണ്ടിട്ടുണ്ടാവും. E= എന്താണ്? -n × d∅/dt അല്ലേ? അതിലെ ഈ നെഗറ്റീവ് സൈനാണ് എന്തിനെ കാണിക്കുന്നത്? നമ്മുടെ ലെൻസസ് ലോയിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആള്. അതെന്താ ചെയ്യുന്നത്? ദ ഡയറക്ഷൻ ഓഫ് ദി ഇൻഡ്യൂസ്ഡ് EMF. എന്താണ് നമ്മുടെ ലെൻസസ് ലോ പറയുന്നത്? ദ ഡയറക്ഷൻ ഓഫ് ദി ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഓൾവേസ് സച്ച് ദാറ്റ് ഇറ്റ് ഓപ്പോസസ് ദ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് ദാറ്റ് പ്രൊഡ്യൂസ് ഇറ്റ്. അതാണ് എന്താ ലെൻസസ് ലോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ? അപ്പോൾ നമ്മളുടെ ക്വസ്റ്റ്യനും എന്തായിരുന്നു? ഏത് ലോ ആണ് കൗണ്ടർ EMF ഓൾവേസ് ഒപ്പോസസ് ദ ഫോഴ്സ് ദാറ്റ് ക്രിയേറ്റ് ഇറ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് ഏതായിരിക്കും? നമ്മളുടെ ലെൻസസ് ലോ ആണ്. Next question number 2. Which law state that the magnitude of the induced EMF is directly proportional to the rate of change of flux linkage? Question നേരെ നോക്കണം. നമുക്കറിയാം ഫാരഡേ ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ പഠിക്കുമ്പോൾ രണ്ട് ലോസ് ഉണ്ട്. ഫാരഡേ ഫസ്റ്റ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ഉണ്ട്, അതുപോലെ എന്താണ് ഫാരഡേ സെക്കൻഡ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ഉള്ളതാണ് അല്ലേ? അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ എന്താ തന്നിട്ടുള്ളത്? ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്കേജ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് ഏതായിരിക്കും? ക്വസ്റ്റ്യൻ നോക്കി നമുക്ക് കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ട് ഫാരഡേസ് ഫസ്റ്റ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, ലെൻസസ് ലോ, ഫാരഡേസ് സെക്കൻഡ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, എൻഡ് റൂൾ. അപ്പോൾ ഇതിൽ ലെൻസസ് ലോയും അല്ല എൻഡ് റൂളും എല്ലാം നമുക്കറിയാം. അതായത് ഓപ്ഷൻ ബിയും ഓപ്ഷൻ ഡിയും എല്ലാം നമുക്ക് ആ ഒരു ഓപ്ഷനിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എടുത്തു കളയാൻ പറ്റും അല്ലേ? പിന്നെയുള്ളത് ആരാണ്? ഫാരഡേ ഫസ്റ്റ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ വരുന്നുണ്ട്, അതുപോലെ ഫാരഡേ സെക്കൻഡ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് ഏതായിരിക്കും? ഫാരഡേയുടെ ലോ ആണ് മുകളിൽ തന്നിട്ടുള്ളത്. അപ്പോൾ അത് ഏതാണ്? നമുക്ക് കറക്റ്റ് ആൻസർ ഏതാണ്? ഫാരഡേ സെക്കൻഡ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. അപ്പോൾ ഫാരഡേസ് ഫസ്റ്റ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്താ പറയുന്നത്? ഹൗ a changing magnetic field interact with an electric circuit to producing an electromotive force EMF ഉണ്ടാവുന്നത്. അറിയാലോ, ഫാരഡേയുടെ എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്തിട്ടില്ലേ? ഒരു കോയിൽ അല്ലെങ്കിൽ എന്താണ് കണ്ടക്ടറിനകത്ത് നമ്മൾ എന്താണ് ഒരു മാഗ്നറ്റ് ഉള്ളിലേക്ക് വരുമ്പോൾ അല്ലേ, അവിടെ എന്തെങ്കിലും ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടാവുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. അല്ലെങ്കിൽ എന്താണ് ഒരു മാഗ്നറ്റ്
കോൺസ്റ്റൻ്റ് ആയി വെച്ചിട്ടുള്ള മാഗ്നറ്റിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ എന്താണ് കണ്ടക്ടറിനെ അല്ലേ കണ്ടക്ടറിനെ കൊടുത്തു കഴിഞ്ഞാലും എന്താ സംഭവിക്കുക, അവിടെ എന്തെങ്കിലും ചേഞ്ചസ് അല്ലേ, ആ ഫീൽഡിന് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാവുകയാണെങ്കിൽ അവിടെ എന്തുണ്ടാവും, EMF ഉണ്ടാവും എന്നാണ് ഫസ്റ്റ് ലോ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. എക്സ്പെരിമെൻ്റ് ഒക്കെ കണ്ടു കാണും അല്ലേ. ഫാരഡേ സെക്കൻഡ് ലോ എന്താ സ്പെസിഫൈ ചെയ്യുന്നത്, എത്ര അല്ലേ, ഹൗ മച്ച്. ഫാരഡേ സെക്കൻഡ് ലോ എന്താണ് നമുക്ക് പറഞ്ഞു തരുന്നത്, ഹൗ മച്ച് EMF ഈസ് ഇൻഡ്യൂസ്ഡ്, എത്ര EMF ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്നതാണ് എന്തിൽ പറയുന്നത്, സെക്കൻഡ് ലോ പ്രകാരം പറയുന്നത്. അപ്പോൾ ഫാരഡേ സെക്കൻഡ് ലോ സ്പെസിഫൈസ് ദാറ്റ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്കേജ്. ഇക്വേഷൻ പഠിച്ചിട്ടില്ലേ, ഇൻഡ്യൂസ്ഡ് EMF E = -N × d∅/dt. ആ നെഗറ്റീവ് സൈനാണ് നമ്മളുടെ എന്ത് ലെൻസസ് ലോനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആൻസർ ഫാരഡേ സെക്കൻഡ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 3. ദ കറന്റ് ഇൻ എ 0.5 millihenry coil increased by 200 milliampere in 0.1 second. The induced EMF will be. അപ്പോൾ ഇതെന്താ ചോദിച്ചിട്ടുള്ളത്, ഒരു എന്താ പറഞ്ഞിട്ടുള്ളത്, കറണ്ട് ഇൻ എ 0.5 millihenry കോയിൽ ഇൻക്രീസ്ഡ് ബൈ, അതിലുള്ള കറണ്ട് എത്രയാണ്, 200 milliampere in 1 second. ടൈമും തന്നിട്ടുണ്ട്, കറണ്ടിൻ്റെ വാല്യൂവും തന്നിട്ടുണ്ട്, അതുപോലെ എന്താ തന്നിട്ടുള്ളത്, ഇൻഡക്റ്റൻസ് എല്ലിൻ്റെ വാല്യൂവും തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ തന്നിട്ടുള്ള പാരാമീറ്റേഴ്സ് ഒക്കെ ഒന്ന് നമുക്ക് എഴുതാം. എന്താ തന്നിട്ടുള്ളത്, L = അല്ലേ, എന്താ തന്നിട്ടുള്ളത്, ആദ്യത്തെ പാരാമീറ്റർ L. നമുക്ക് എപ്പോഴും ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് തന്നിട്ടുള്ള പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ പാരാമീറ്റേഴ്സൊക്കെ ഒന്ന് എഴുതാം കേട്ടോ. അപ്പോൾ ആദ്യം എന്താ L = എത്രയാ, 0.5 millihenry എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അടുത്തത് എന്താ തന്നിട്ടുള്ളത്, ചേഞ്ച് ഇൻ കറണ്ട് ആണ് തന്നിട്ടുള്ളത് കേട്ടോ. ചേഞ്ച് ഇൻ കറണ്ടിനെ ഞാൻ ∆I എന്നാണ് സ്പെസിഫൈ ചെയ്യുന്നത്, അറിഞ്ഞിരിക്കുക. ചേഞ്ച് ഇൻ കറണ്ട് എത്രയാ തന്നിട്ടുള്ളത്, 200 milliampere ആണ്. അതിന് നമുക്ക് എന്ത് ചെയ്യാം, ആംബിയറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്താ വരിക, 0.2 ആംബിയറിന് എഴുതി കൂടെ, മില്ലി ആംബിയറിന് ആംബിയറിലേക്ക് കൺവേർട്ട് ചെയ്തു, അത്രയേ ഉള്ളൂ കേട്ടോ. ഇനി അടുത്തത് എന്താ, ടൈം ഇൻറർവെൽ, ചേഞ്ച് ഇൻ ടൈം ഇൻറർവെൽ ∆T എന്ന് പറയുന്നത് എത്രയാ, 0.1 സെക്കൻഡ് എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇത്രയും പാരാമീറ്റേഴ്സ് നമ്മളുടെ ക്വസ്റ്റ്യനിലുണ്ട്. ഇനി എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്, ഇൻഡ്യൂസ്ഡ് EMF ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇൻഡ്യൂസ്ഡ് EMF പറയുമ്പോൾ എന്താണ്, ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ അനുസരിച്ചിട്ട് -L × എന്താ പറയുക, DI, അല്ലെങ്കിൽ എന്താണ് di/dt, അല്ലെങ്കിൽ എന്ത് എഴുതാം, -L × നമുക്ക് എന്ത് എഴുതാം, ∆I/T, ഇങ്ങനെ എഴുതി കൂടെ, രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഇക്വേഷനിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു ഇക്വേഷനിലേക്കാണ് നമ്മൾ ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. നമ്മുടെ കയ്യിൽ എല്ലാ വാല്യൂസും ഇല്ലേ, ഒന്ന് നോക്കിയേ. ഈ = -L അവിടെ എന്താ കൊടുക്കുക, -0.0 millihenryനെ ഹെൻറിയിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്ത് വയ്ക്കാം. ഓക്കെ, ഹെൻറിയിലേക്ക് മാറ്റാം. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക, 0.5 × 10⁻³ ഹെൻറി എന്ന് നമുക്ക് കൊടുക്കാം. അപ്പോൾ അതുകൊണ്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യൂ എല്ലിൻ്റെ വാല്യൂ. അപ്പോൾ എന്താ കിട്ടുക, 0.5 × 10⁻³ ഹെൻറി. ഓക്കെ അല്ലേ. അതേ ഇൻറ്റു എന്താ പറയുക, ചേഞ്ച് ഇൻ കറൻറ്റും അതുപോലെ ചേഞ്ച് ഇൻ ടൈമും ആണ് അല്ലേ. അപ്പോൾ ചേഞ്ച് ഇൻ കറൻറ്റ് എന്ന് പറയുമ്പോൾ 0.2 ഡിവൈഡഡ് ബൈ 0.1 ചെയ്ത് കഴിഞ്ഞാൽ ഇൻഡ്യൂസ്ഡ് EMF കിട്ടും. എന്താ വരുന്നത്, മൈനസ് ഇവിടെ എന്താ വരിക, 0.5 × 10⁻³ × 2 × 10⁻². സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ, E = -1 × 10⁻³ എന്ന് വരും. അപ്പോൾ E = നമുക്ക് എന്ത് എഴുതാം, -1 mV. ഓക്കെ, അപ്പോൾ ഏതാ കറക്റ്റ് ആൻസർ, ഓപ്ഷൻ B ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ പാരാമീറ്റേഴ്സാണ് ആദ്യം തന്നിട്ടുള്ളതെന്ന് നമ്മളൊന്ന് ജസ്റ്റ് എഴുതുക. നമ്മൾ ഇക്വേഷൻ അറിയാം, EMF ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക കേട്ടോ, അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 4. Find the number of turns in the coil if an EMF of 40 volt develop across it with a flux changes
in the rate of 0.8 Weber per second. ഇതും എന്ത് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്? Find the number of turns in the coil. Number of turns ആണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. നോട്ട് ചെയ്യുക, ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ള പാരാമീറ്റേഴ്സ് എന്താണ്? n വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. നമ്പർ ഓഫ് ടേൺസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. EMF തന്നിട്ടുണ്ട്, E ഈക്വൽ ടു എത്രയാ? 40 വോൾട്ട് അല്ലെ? EMF തന്നിട്ടുണ്ട്. ഫ്ലക്സ് ചേഞ്ചസ് ഇൻ ദ റേറ്റ്, ഫ്ലക്സ് ചേഞ്ച് ചെയ്തിട്ടുള്ളത് തന്നിട്ടുണ്ട്. അതായത് d∅/dt എന്ന് പറയുന്നത്, d∅/dt എന്ന് പറയുന്നത് എന്താ തന്നിട്ടുള്ളത്? 0.8 വെബർ പെർ സെക്കൻഡ് എന്നും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എന്താണ് ചോദിച്ചിട്ടുള്ളത്? നമ്പർ ഓഫ് ടേൺസ് കണ്ടുപിടിക്കാനാണ്. നമ്പർ ഓഫ് ടേൺസ് ഇവിടെയും നമ്മൾ എന്താണ്? ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് അപ്ലൈ ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത്? E ഈക്വൽ ടു എന്താ? E ഈക്വൽ ടു n ഇൻറ്റു d∅/dt അല്ലേ? നമ്പർ ഓഫ് ടേൺസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ എന്താ കിട്ടുന്നത്? n ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. n കണ്ടുപിടിക്കാൻ പറയുമ്പോൾ E ഡിവൈഡഡ് ബൈ d∅/dt എന്ന് ചെയ്താൽ പോരെ. അപ്പോൾ ഈ എന്താ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്? 40 ഡിവൈഡഡ് ബൈ 0.8 ചെയ്യുക. അപ്പോൾ എന്താ കിട്ടും? 50 എന്ന ആൻസർ നമുക്ക് ഇവിടെ കിട്ടുന്നതാണ്. സോ നമ്പർ ഓഫ് ടേൺസ് n ഈക്വൽ ടു 50 എന്ന ആൻസറിലോട്ട് നമ്മൾ വരുന്നതാണ്. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഏതാണ് ആൻസർ? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ പ്രോബ്ലംസ് ചെയ്ത് നോക്കുക, വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 5. The Faraday's laws of electromagnetic induction and Lenz's laws are summarized in the equation. ഏത് ഇക്വേഷനിലാണ് സമ്മറൈസ് ചെയ്തിട്ടുള്ളത്? വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ അല്ലേ? E ഈക്വൽ ടു മൈനസ് d∅/dt എന്ന ഇക്വേഷനിലാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. അപ്പോൾ Faraday's laws of electromagnetic inductionും Lenz's lawയും സമ്മറൈസ് ചെയ്തിട്ടുള്ള ഇക്വേഷൻ, അതായത് രണ്ട് പേരും ഉണ്ട്. അപ്പോൾ അത് ഏതിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ E ഈക്വൽ ടു എന്താണ്? ഇൻഡ്യൂസ്ഡ് EMF E ഈക്വൽ ടു മൈനസ് d∅/dt എന്ന ഇക്വേഷനിലാണ് അത് സമ്മറൈസ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 6. The EMF induced in a straight conductor of length L 1 meter when it is moved at a right angle to a uniform field of 2 Weber per meter square at a speed of 0.5 meter per second is. എന്താ ചോദിച്ചിട്ടുള്ളത്? EMF ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്തിൻ്റെ EMF ആണ് കണ്ടുപിടിക്കേണ്ടത്? നോക്കിയേ. A straight conductor of length 1 meter when it is moved at a right angle to a uniform field of 2 Weber per meter square at a speed of 0.5 meter per second എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതായത് EMF ഇൻഡ്യൂസ്ഡ് ഇൻ എ കണ്ടക്ടർ അല്ലേ? EMF ഇൻഡ്യൂസ്ഡ് ഇൻ എ കണ്ടക്ടർ മൂവിങ് ത്രൂ എ മാഗ്നറ്റിക് ഫീൽഡിന് എന്താണ് ഒരു ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് E ഈക്വൽ ടു എന്താ പഠിച്ചിട്ടുള്ളത്? E ഈക്വൽ ടു ഏതായിരിക്കും? E ഈക്വൽ ടു BLV, E ഈക്വൽ ടു എന്താ വരുന്നത്? BLV സൈൻ തീറ്റ. ഇതാണ് ആ ഫോർമുല കേട്ടോ. അത് നോട്ട് ചെയ്ത് വെക്കുക. ഈക്വൽ ടു BLV സൈൻ തീറ്റയാണ്. B എന്ന് പറഞ്ഞാൽ എന്താണ്? മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി, യൂണിറ്റ് ടെസ്ല. L എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ ഇൻ മീറ്റർ. വെലോസിറ്റി V എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ദ കണ്ടക്ടർ മീറ്റർ പെർ സെക്കൻഡ്. തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? ആംഗിൾ ബിറ്റ്വീൻ ഡയറക്ഷൻ ഓഫ് മോഷനെയാണത് റെപ്രസെന്റ് ചെയ്യുന്നത്. ആംഗിൾ ബിറ്റ്വീൻ ഡയറക്ഷൻ ഓഫ് മോഷനെയാണത് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്തുള്ള വാല്യൂസ് ഒക്കെ നമുക്കൊന്ന് എഴുതാം. ആൾക്കാരെല്ലാവരും ഉണ്ടോ എന്ന് നോക്കണ്ടേ നമുക്ക് അല്ലേ? ആദ്യം തന്നെ ബിന്റെ വാല്യൂ എന്താ? 2 വെബർ പെർ മീറ്റർ സ്ക്വയർ. ബിന്റെ വാല്യൂ കിട്ടി. അടുത്തത് എന്താ? ലെങ്ത് L ഈക്വൽ ടു 1 മീറ്ററിന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 1 മീറ്ററിന് ഓൾറെഡി തന്നിട്ടുണ്ട് അല്ലേ? പിന്നെ എന്താ തന്നിട്ടുള്ളത്? വെലോസിറ്റി V ഈക്വൽ ടു, വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? 0.5 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി തന്നിട്ടുണ്ട്. തീറ്റ ഈക്വൽ ടു എന്താ? 90 ഡിഗ്രി. അപ്പോൾ നമുക്ക് സൈൻ 90 എന്ന് പറഞ്ഞാൽ എന്താ? സൈൻ 90 ഈക്വൽ ടു 1 ആണ്. നോട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് EMF കിട്ടില്ലേ? E ഈക്വൽ ടു എത്രയാ? 2 അല്ലേ? 2 ഇൻറ്റു L എന്ന് പറയുന്നത് 1 ഇൻറ്റു വെലോസിറ്റി 0.5 ഇൻറ്റു 1. അപ്പോൾ എന്താ വരിക? 2 ഇൻറ്റു 0.5 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ ആൻസർ കിട്ടുക? 1 വോൾട്ട് എന്ന് കിട്ടും. എന്താ ആൻസർ വരുന്നത്? 1 വോൾട്ട് എന്നാണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. 1 വോൾട്ട് ആണ് ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 7 എന്താ പറഞ്ഞിട്ടുള്ളത്? ലെൻസസ് ലോ അല്ലേ? ലെൻസസ് ലോ ഈസ്
കോൺസിക്വൻസ് ഓഫ് ലെൻസസ് ലോ ഈസ് കോൺസിക്വൻസ് ഓഫ് ഏതാണ്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് പൊട്ടൻഷ്യൽ എനർജി. ഏതായിരിക്കും? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ആണ്. ഓപ്ഷൻ എ ആണ് കേട്ടോ കറക്റ്റ് ആൻസർ. അപ്പോൾ ലെൻസസ് ലോ ഈസ് എ കോൺസിക്വൻസ് ഓഫ് ഏതിൻ്റെയാണ്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ഇതേ തന്നിട്ടുള്ളത് നോക്കി. ലെൻസസ് ലോ ഈസ് എ ഡയറക്റ്റ് കോൺസിക്വൻസ് ഓഫ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. It states that the direction of an induced current is always such that it opposes the change in magnetic flux that produces it. നമ്മൾ ലെൻസസ് ലോന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ലെൻസസ് ലോ ഈസ് എ കോൺസിക്വൻസ് ഓഫ് എന്താണ്? വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം അല്ലേ? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ number 8. The eddy current losses in a transformer is reduced by. ട്രാൻസ്ഫോമറിന്റെ കേസിൽ എഡ്ഡി കറന്റ് ലോസ് എങ്ങനെയാണ് റെഡ്യൂസ് ചെയ്യുന്നത്? ട്രാൻസ്ഫോമർ അറിയാലോ, സ്റ്റെപ്പ് അപ്പ് സ്റ്റെപ്പ് ഡൗൺ ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതിൽ എഡ്ഡി കറന്റ് ലോസ്, ട്രാൻസ്ഫോമറിൽ ഉണ്ടാകുന്ന ഒരു ലോസ് ആണ് എഡ്ഡി കറന്റ് ലോസ്. അതെങ്ങനെയാണ് നമ്മൾ റെഡ്യൂസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ എ ദ റെഡ്യൂസിങ് ദ റെസിസ്റ്റൻസ് ഓഫ് കോർ, ഓപ്ഷൻ ബി യൂസിങ് എ ലാമിനേറ്റഡ് കോർ, ഓപ്ഷൻ ബി ബോത്ത് ആർ കറക്റ്റ്, ഓപ്ഷൻ ഡി ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു റെഡ്യൂസ് ഇറ്റ്. അപ്പോൾ ഏത് രീതിയിലാണ് നമ്മളുടെ ട്രാൻസ്ഫോമറിലെ എഡ്ഡി കറന്റ് ലോസസ് നമ്മൾ റെഡ്യൂസ് ചെയ്യുന്നത്? അതിന് വേണ്ടിയിട്ടുള്ള ലാമിനേറ്റഡ് കോറുകൾ നമ്മൾ പ്ലേസ് ചെയ്യും അല്ലേ? കൺസ്ട്രക്ഷൻ പഠിക്കുമ്പോൾ അറിയുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണ്? യൂസിങ് എ ലാമിനേറ്റഡ് കോർ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു ട്രാൻസ്ഫോമറിനകത്തുള്ള എഡ്ഡി കറന്റ് ലോസസ് ഒക്കെ റെഡ്യൂസ് ചെയ്യുന്നത്. Question number 9. What does a speedometer do? Speedometer എന്താ ചെയ്യുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അത് ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് മെഷർ ചെയ്യല്ലേ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് നമുക്ക് നോക്കിയ ഓപ്ഷനിൽ നോക്കാം. ഇറ്റ് മെഷർ ദ ഇൻസ്റ്റന്റേനിയസ് സ്പീഡ്, ഇറ്റ് മെഷർ ദ ആവറേജ് സ്പീഡ്, ഇറ്റ് മെഷേഴ്സ് ദ വെലോസിറ്റി, നൺ ഓഫ് ദി അബോവ്. എന്താണ്? വാട്ട് ഡസ് എ സ്പീഡോമീറ്റർ ഡു? സ്പീഡോമീറ്റർ എന്താ ചെയ്യുന്നത്? ഇറ്റ് മെഷേഴ്സ് ദ ഇൻസ്റ്റന്റേനിയസ് സ്പീഡാണ് അതവിടെ മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്പീഡോമീറ്ററിന്റെ വർക്കിംഗ് എന്താണ്? ഇറ്റ് മെഷേഴ്സ് ദ ഇൻസ്റ്റന്റേനിയസ് സ്പീഡ്. മറന്നു പോകരുത് കേട്ടോ. നെക്സ്റ്റ് question number 10. If we increase the current in an inductor, self inductance of an inductor will be. അപ്പോൾ ഇതിനകത്ത് സെൽഫ് ഇൻഡക്റ്റൻസും അതുപോലെ മ്യൂച്വൽ ഇൻഡക്റ്റൻസും ഒക്കെ നമ്മൾ നോട്ട് ചെയ്ത് പോകണം. അപ്പോൾ നമ്മൾ ഒരു ഇൻഡക്ടറിലെ കറണ്ട് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇഫ് ഇൻക്രീസസ് ദ കറണ്ട് ഇൻ എൻ ഇൻഡക്ടർ, സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് എ ഇൻഡക്ടർ, ഇൻഡക്ടറിലെ സെൽഫ് ഇൻഡക്റ്റൻസിന് എന്താണ് സംഭവിക്കുന്നത്? ഓപ്ഷൻ എ ഡിക്രീസസ്, ഓപ്ഷൻ ബി ഇൻക്രീസസ്, ഓപ്ഷൻ സി റിമെയിൻസ് സെയിം, ഓപ്ഷൻ ഡി ഫസ്റ്റ് ഡിക്രീസസ് ദെൻ ഇൻക്രീസസ് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുക? അത് റിമെയിൻസ് സെയിം ആണ് ചെയ്യുന്നത്. റിമെയിൻസ് സെയിം. അപ്പോൾ വെൻ വി ഇൻക്രീസസ് ദ കറണ്ട് ഇൻ എ ഇൻഡക്ടർ, സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് ദ ഇൻഡക്ടർ എന്ത് സംഭവിക്കും? സെയിം ആയിരിക്കും, റിമെയിൻ സെയിം ആണ്. അതിനകത്തും നമ്മളുടെ എന്താണ് ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ്റെ കോൺസെപ്റ്റ് തന്നെയാണ് വരുന്നത് അല്ലേ? അപ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോവുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഭാഗമാണ്, ഏരിയ ആണ് ഇതൊക്കെ. അതായത് ഫാരഡേസ് ലോയും സെൽഫ് ഇൻഡക്റ്റൻസ്, മ്യൂച്വൽ ഇൻഡക്റ്റൻസ്, ട്രാൻസ്ഫോമർ, സ്പീഡോമീറ്റർ എന്ന് പറയുന്ന ആ ഒരു ഏരിയ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. അപ്പോൾ നിങ്ങളത് നന്നായി നോട്ട് ചെയ്ത് പോവുക. അത് നമുക്ക് ഈസി ആയിട്ട് തന്നെ അവിടുന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗങ്ങളാണ് കേട്ടോ. അപ്പോൾ നന്നായി പഠിച്ചു പോവുക. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.